എല്ലാവരെയും എൻ്റെ ഗ്രീൻ ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഇന്നത്തെ എൻ്റെ വർക്കാണ് മാൻ പവർ ബ്രഷ് കട്ടിംഗ് വർക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇന്നലെ നിർത്തിയിടത്തു നിന്നും ഇന്ന് തുടങ്ങിയ വർക്കാണ് നിങ്ങളെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കണം. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ട് എൻ്റെ ഗ്രീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക, ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെല്ലാം ഇന്നലെ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ബ്രഷ് കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് ഇവിടുന്ന് തുടങ്ങി ഇത്രയും ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി ഇതിൽ കൂടെ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് പോയത് കാണിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസത്തെ വർക്കാണ് നിങ്ങളെ ഈ ഭാഗം ഇതുപോലെ കാട് കെട്ടുന്ന ചില താമസം പിടിക്കുന്ന പരിപാടിയാണ്. വർക്കാണ് മേളത്തെ ഈ ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവിടെ കട്ട് ചെയ്തിട്ടില്ല. അടുത്ത ദിവസത്തെ വർക്കായിട്ട് കരുതുന്നു. ഇന്ന് ഇതുപോലെ ഈ ഭാഗങ്ങൾ ഇവിടുന്ന് തുടങ്ങി ഇത്രയും ഭാഗത്ത് ഇവിടെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് കയറി വന്ന് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വഴി കടന്നു വന്ന് ഇവിടെയെല്ലാം ഞാൻ വൃത്തിയാക്കി വാഴയൊക്കെ വെട്ടി മാറ്റി നമുക്ക് വീഡിയോയിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് നിങ്ങൾ ഓരോ വിരലത്തും ബട്ടൺ ലൈക്ക് ഒന്ന് അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം. വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെല്ലാം ഇങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് അതുപോലെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അങ്ങോട്ടൊന്ന് കയറാൻ പറ്റാത്ത ഇഴജന്തുക്കൾ മുഖാന്തരം അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവിടെല്ലാം കിടന്നത്. വൃത്തിയായിട്ട് ഇത് ഇങ്ങനെ ഞാൻ ബ്രഷ് കട്ടിങ് എന്ന് പറയുമ്പോൾ ഒരു മാൻ പവറും ഉണ്ട്. നല്ലൊരു വർക്ക് ഞാൻ ചെയ്തിരുന്നു എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആ ബോധ്യം കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോ മാക്സിമം കാണുക. ഇന്നത്തെ എൻ്റെ വർക്കാണ് നിങ്ങളെ ലൈവിലോട്ട് കാണിക്കുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് നിങ്ങളൊരു കാഴ്ചയോടെ കാണിച്ചേക്കാം. തേനീച്ചയുടെ കൂട് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കടന്നൽ കൂടാണ് ഇരിക്കുന്നത് കാണാം വീഡിയോയിലൂടെ. ഇതൊരു കടന്നൽ കൂടാണ് ഇരിക്കുന്നത്. കടന്നലിൻ്റെ കൂടാണ്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റിയില്ല ഇന്ന്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ അപകടകാരിയാണ്. സൂക്ഷിച്ചും കണ്ണ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും. മൊത്തം ഒന്ന് കുത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മരണപ്പെട്ടു പോകും. തേനീച്ചക്കൂടാണ് നിങ്ങളെ കാണിക്കുന്നത്. രാജാവും റാണിയും എല്ലാം ഇരിക്കുന്നുണ്ട് ഇതിനകത്ത്. അതിനെ കാണിച്ചത് സൂക്ഷിച്ച് നോക്കി അത് കാണാം. ഇവിടെ എല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് നിർത്തിയ ഭാഗങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഇങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. ഇന്നലത്തെ വീഡിയോയിലൊന്നും ഇതിനകത്തോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ കാട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഈ വാഴയുടെ ഇലയെല്ലാം വെട്ടി മാറ്റി അഴുക്ക് വാഴകളിലൊക്കെ മാറ്റി വെച്ച് എല്ലാം ചാഞ്ഞ് നിൽക്കുകയാണ്. ഇതെല്ലാം വെട്ടി മാറ്റേണ്ടത്. ഇത് കുറച്ച് കൊലകളൊക്കെ ഇതിനകത്ത് വിളഞ്ഞ് വരുന്നുണ്ട്. അതുകൂടെ വിളഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഒന്ന് മാറ്റി ഈ വാഴ എല്ലാം എടുത്ത് മാറ്റാനുള്ളതാണ്. മാറ്റിയിട്ട് ഈ ഡ്രാഗൺ തന്നെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഇവിടെ വയ്ക്കാനുള്ള ഭാവി പരിപാടികളിൽ കടക്കും. ഒന്നെങ്കിൽ ഇവിടെ വാഴ തന്നെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റമാണ്. എന്താണ് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ഈ നിൽക്കുന്ന വാഴകളെല്ലാം ഏകദേശം ഇതിൻ്റെ കൊലയെല്ലാം കഴിയുമ്പോഴത്തേക്ക് വെട്ടി മാറ്റി. ഒന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ഇതാണ് എൻ്റെ ഇന്നത്തെ വർക്ക്. ഇനിയും ഇവിടെ ഒരു അര ദിവസത്തോടെ ഒരു പണിയുണ്ട് എനിക്ക്. ഈ ഇടിയിൽ ഇവിടെ നിന്ന് ഇപ്പം തന്നെ നിൽക്കുമ്പോഴത്തേ നിങ്ങൾക്കതേ അങ്ങോട്ടേ അറ്റത്തെ എല്ലാം ഒരു കാഴ്ച കാണാം. ഇന്നലെ ഒന്നും വന്ന് ഇവിടെ നിന്ന് നോക്കാൻ പോലും പറ്റത്തില്ല.
ഈ വർക്കിൻ്റെ കൂടെ അതുകൂടെ കാണിക്കുവാണ്. ഈ 2 മുള പോലുള്ള ചെറിയ ചെടിയും ഞാൻ കണ്ടിച്ച് നിർത്തി. പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ല. അതിന് കടന്നലിൻ്റെ കൂടുള്ളത്, കുളവിയുടെ കൂടുള്ളതുകൊണ്ട്, തേനീച്ചക്കൂടുള്ളതുകൊണ്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ അതിനെ ഓടിക്കാനുള്ള മാർഗ്ഗമെല്ലാം കണ്ടെത്തിക്കൊണ്ട് അത് തെളിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിരൽത്തുമ്പ് ലൈക്ക് ബട്ടണിൽ അമർത്തി ഷെയർ ചെയ്യണം എന്ന് വിനീതമായി എൻ്റെ കൂട്ടുകാരോട് അഭ്യർത്ഥിക്കുകയാണ്. സഹോദരിമാരെ മാക്സിമം ഷെയർ ചെയ്യണേ. ഇതെൻ്റെ ഒരു മാൻ പവർ ബ്രഷ് കട്ടിങ്ങാണ്. എല്ലാം അരിവാള് കൊണ്ടൊക്കെ വെട്ടിയൊക്കെ മാറ്റി ഇതുപോലെ നിർത്തിയേക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു വ്യൂ കാണിക്കാം. ഇവിടെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഇതിലെല്ലാം പോയി. അപ്പം വീണ്ടും അവിടെ കൊണ്ട് നിർത്താം. തുടങ്ങിയിടത്തു നിന്ന് ഇവിടെ നിന്നാണ് ഇന്ന് തുടങ്ങിയത്. അപ്പം ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നലെ തീർന്ന വർക്കുകളുടെ ഏകദേശം ഒന്ന് ഓടിച്ചെന്ന് കാണിച്ച് എൻ്റെ വീഡിയോ ഇവിടെ പരിസമാപ്തിയാവുകയാണ്. ഇപ്പം തന്നെ ഒരു വ്യൂ ഉണ്ട്. ഇനി അത്രയും ഭാവോടെ അത് ഇടിയുടെ ഭാവോടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ക്ലിയറായി നല്ല രീതിയിൽ നിൽക്കും. ഒരു വായു തന്നെ കയറാനുള്ള സൗകര്യമായി. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ള വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.